നമസ്തേ. ഇന്ന് നമ്മൾ സ്റ്റുഡിയോ ഹോളായിട്ടാണ് വന്നത്. ഇന്നലെ ഞാൻ സ്റ്റുഡിയോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോ പോയിട്ട് സത്യം പറഞ്ഞാൽ വലിയൊരു ബില്ലുമായിട്ടായിരുന്നു ഞാൻ വന്നത്. നമ്മൾ ആദ്യം പോയപ്പോൾ 10,000 റുപ്യ ബില്ലായി. ഞാൻ കാണുന്നതെല്ലാം പൊറുക്കിയിട്ട് എല്ലാം കൂടി ഒരു 10,000 റുപ്യ ബില്ലായി. 10,000 റുപ്യ ബില്ലായപ്പോഴത്തേനും ഞാൻ എന്തുകൊണ്ട് എടുത്തു വെച്ചാൽ അതിൽ പകുതി അങ്ങെടുത്ത് മാറ്റി. അതായത് ടീഷർട്ടും കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി. അങ്ങനെ ഒരു 3,000 റുപ്യ കുറച്ച് ഒരു 7,000 റുപ്യയിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ 7,000 റുപ്യക്ക് മേടിച്ച സാധനങ്ങളാട്ടോ. അപ്പം നിങ്ങൾ ഇടുന്നത് ഈ 7,000 റുപ്യക്ക് മേടിച്ച സാധനങ്ങളാണ്. അപ്പം നമുക്ക് ഇതെല്ലാം ആദ്യം എടുത്ത് മാറ്റാം. ബില്ല് കാണിച്ചുതരാം. അറിഞ്ചും പുറിഞ്ചും ഞാൻ വാങ്ങിയതിൻ്റെ ബില്ലുകളാണ് ഈ കാണുന്നത്. കണ്ടോ ഗായ്സ്, കണ്ടോ? ഇതുവരെ 7,000 റുപ്യക്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യം ആദ്യമായിട്ട് ഞാൻ 7,000 റുപ്യക്ക് പർച്ചേസ് ചെയ്തത്. കാരണം എല്ലാ പ്രാവശ്യവും നമ്മൾ എടുക്കുമ്പം പിന്നെ എന്താ പറയുക, ഒരു 3,000 അല്ലെങ്കിൽ ഒരു 2,000 ആ ഒരു റേഞ്ചിൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. പിന്നെ ഞാൻ അന്നേ ഇങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. ഞാൻ എനിക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് 2 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് എടുത്തത്, പിള്ളേർക്കും അഭിയേട്ടനും എടുത്തിട്ടുണ്ടായിരുന്നു. അഭിയേട്ടൻ്റെ ഷർട്ടെല്ലാം ഏകദേശം മോശമായി, അതുകൊണ്ട് പിന്നെ അഭിയേട്ടന് എടുക്കണമായിരുന്നു. പിന്നെ അഭിയേട്ടൻ വന്ന വകയിൽ പോയതായിരുന്നു നമ്മൾ സ്റ്റുഡിയോയിലേക്ക്. അപ്പോൾ അഭിയേട്ടനെ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് കയറ്റല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡിയോ എൻ്റെ അച്ഛൻ്റെ ഷോപ്പ് നിലയിൽ എല്ലാവരും എന്നോട് വിളിച്ചിട്ടേക്കും, സ്റ്റുഡിയോയിൽ ഓഫർ ഉണ്ടോ, സ്റ്റുഡിയോയിൽ എന്താ കളക്ഷൻ ഉള്ളത്, സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഏതാ ഉള്ളത്, ഇതെല്ലാം ഇപ്പം എന്നോട് ചോദിക്കല്. സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെതെന്നില്ല ഇതാണെന്നുള്ളതായിരിക്കും. അങ്ങനെയാണ് സംഭവം. ഇടിയിപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അഭിയേട്ടനെയും കൂടി കാണിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ. പക്ഷെ അഭിയേട്ടന് സ്റ്റുഡിയോ ഇഷ്ടപ്പെട്ടു. ഒരു പറഞ്ഞു നല്ലതാ, കുഴപ്പമില്ലാതെല്ലാം പറഞ്ഞേ. അതുകൊണ്ട് എന്ത് സമാധാനമായി. പിന്നെ എന്താ പറയുക, ഇപ്രാവശ്യം എനിക്ക് തോന്നിയത് കുറച്ചും കൂടി കളക്ഷൻ വന്ന്. പിന്നെ ജെൻസിൻ്റെയിലൊക്കെ നല്ല കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ആ കൊറിയൻ ടൈപ്പെല്ലാം ഇല്ലേ, അതെല്ലാം നല്ല കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ചെരുപ്പിൻ്റെ സെക്ഷനിൽ അത്ര ഉണ്ടായിട്ടില്ല, വലിയ സാധനമൊന്നുമില്ല, മുന്നേ ഉള്ളത് തന്നെയായിരുന്നു. ഡ്രസ്സ് കുർത്തിലും നല്ല ഒരുപാട് കളക്ഷൻ വന്നു. മുന്നേ വെച്ചാൽ അവിടെ കുർത്ത കളക്ഷൻ ഉണ്ടാവില്ല മീൻസ് 1-2 ഇങ്ങനെ എന്താ പറയുക, ഇതേപോലത്തെ തുണിയില്ല നമ്മളെ ഇങ്ങനെ ഉള്ളു കാണുന്ന ആ ടൈപ്പ് എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി, അത് 200 റുപ്യക്കും 300 റുപ്യക്കെല്ലാം കൊടുക്കുന്ന ആ ഒരു പരിപാടിയായിരുന്നു. അതല്ലാണ്ട് നല്ല കുറേ കളക്ഷൻസ് വന്നു, അതെനിക്ക് ഇഷ്ടമായി. നമ്മുടെ ടോപ്പ് കുറേ കളക്ഷൻസ് ഉണ്ട്, അത് നല്ല രസമുണ്ടായിരുന്നു. അത് എനിക്ക് കുറേ ഇല്ല പോലെ തോന്നി. പിന്നെ ഞാൻ നമ്മളെ ടോപ്പിന്റെ സെക്ഷനിലേക്ക് പോയിട്ടേ ഇല്ല, ക്രോപ്പ് ടോപ്പിന്റെ ഒന്നും സെക്ഷനിലേക്ക് പോയിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ എടുത്തിട്ട് വരും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. പിന്നെ ജിമ്മിലിടാൻ കുറച്ച് ഐറ്റംസ് മേടിച്ചു. അപ്പൊ നമുക്ക് എന്തൊക്കെ എടുത്തതെന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതായിട്ടാ നമ്മൾ ആദ്യത്തെ പർച്ചേസ്. ഇത് എൻ്റെ ഹോൾ വീഡിയോ കാണുന്ന ആൾക്കാരെന്നൊക്കെ അവർക്കറിയാം, എൻ്റെ മോന് ഡൈനോസർ മാത്രമേ പിടിക്കൂലൂ. ഇത് ഡൈനോസർ അല്ലേ, ഇത് ഡൈനോസറാ അല്ല മറ്റേ നമ്മളെ മുതലയാ. ഇത് മുതലയാ, ഇത് ഡൈനോസർ അല്ല. എനിക്ക് കണ്ടിട്ട് മാറിപ്പോയതാ സംഭവം. ഞാനിത് ഡൈനോസർ എന്നും പറഞ്ഞെടുത്തു. ഇത് ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഞാൻ ഡൈനോസർ ആണല്ലോ. അപ്പൊ ഈ 100 രൂപേന്റെ ടീഷർട്ട് മാത്രമേ, അങ്കൻവാടിയിലല്ലേ പോകുന്നില്ല, അപ്പൊ അധികം പുറത്തൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എടുക്കല് കുറവാണ്. എടുക്കലെന്ന് പറഞ്ഞാൽ ഈ 150 രൂപേന്റെ ടീഷർട്ട് ഉണ്ടാവും, അതാണ് ഞാൻ കൂടുതലും എടുക്കല്. ബാക്കി ഐറ്റംസ് അങ്ങനെ എടുക്കുകയില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് നല്ല തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതെടുത്ത്. ഇതിന് 400 ആട്ടോ റേറ്റ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പാണ്. ക്ലോത്ത് വലിയ ഇതില്ല, എന്നാലും 400-ന് കുഴപ്പമില്ല. കണ്ണൊക്കെ ഇത് വലുതായിരിക്കും, കാരണം ഞാൻ ഇപ്പം കുറച്ച് വലുതെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വെച്ചാൽ ഇവനെടുത്തു കഴിഞ്ഞാൽ മറ്റോരും ഇടാലോ. ഇപ്പം ശരിക്കും കണ്ണൻ്റെ ഡ്രസ്സ് ശിവക്കാണ് പാകം. കണ്ണനെല്ലാം എന്താ പറയുക, കണ്ണന് ഏകദേശം ചെറുതായി വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ചും കൂടി വലുതെടുത്താൽ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു പാൻറ്റായിരുന്നു. പാൻറ്റിന് ശരിക്കും റേറ്റ് ഉണ്ട്, എനിക്കൊന്ന് ഷോപ്പിലായാലും റേറ്റ് ഉണ്ടെന്ന് തോന്നും. ഈ പാൻറ്റിന് 600 ആയിരുന്നു. ഇതേപോലത്തെ കുറേ പാൻറ് ഉണ്ട് കേട്ടോ. ഇവന് സംഭവം ജീൻസേ ഇല്ല, ജീൻസ് എന്ന് പറഞ്ഞാൽ സാധനമില്ല കണ്ണുക്ക്. അപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ കണ്ണുക്ക് നമുക്ക് ജീൻസ് എടുത്ത് കളയാം. അങ്ങനെ ജീൻസ് എടുത്ത് കുറച്ച് ക്വാളിറ്റി ഉള്ള എൻ്റെ പാൻറ്റിൻ്റെ എല്ലാം ഒരു ടൈപ്പ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 600-ന് എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിരിക്കും. ഷോപ്പിലെങ്കിലും പൈസ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഷോപ്പിൽ നിന്ന് ഇതുവരെ ജീൻസ് എടുക്കാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചെന്നാൽ പിന്നെ ജീൻസ് എടുത്തത്. ഇത് കണ്ടോ, ഇത് 2 ഇയേഴ്സിൻ്റെതാണ്. ഇതന്നെ എൻ്റെ കണ്ണിന് വലിയതായിരിക്കും. അപ്പം അങ്ങനെ ഞാനൊരു ജീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്തെന്നാ,
ഇതും പാൻറ്റിന്. ഇത് ഇന്നലെ എനിക്കൊന്ന് ഇവരെ എടുത്ത് മറച്ചിട്ട് നോക്കിയിട്ടുണ്ടാവും. കൊണ്ടുവന്നോടെ എൻ്റെ മോൻ പൊളിച്ച് നോക്കിയിട്ടുണ്ടാവും അതിൻ്റെത്. ഇത് നല്ല പാൻറ്റായിരുന്നു. ഇത് ഇവൻ അംഗൻവാടിയിലൊക്കെ പോകുമ്പം ഇടാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. കൂടുതൽ അംഗൻവാടിയിലൊക്കെ പുറത്തങ്ങനെ അധികം പോകുന്നില്ല. ഇനിയിപ്പം പോവും, അഭിയേട്ടനില്ലോണ്ട് പിന്നെയും പോവും. അല്ലാണ്ട് അങ്ങനെ ഇവരിങ്ങനെ പുറത്തൊന്നും പോകുന്നൊന്നുമില്ലല്ലോ. ഇതും നല്ല പാൻറ്റായിട്ട്. ഇത് ക്ലോത്ത് നല്ല ക്ലോത്താണ്. ഇപ്പം ഒന്നാമത് ചൂടെല്ലാം ആകുമ്പോണ്ടല്ലോ ഇവർക്ക് ഈ ഒരു ടൈപ്പ് ക്ലോത്ത് ആയിരിക്കും കുറച്ചും കൂടി സുഖം. ഇതൊരു കുറച്ചൊരു തണുപ്പ് അടിക്കുന്ന നമ്മളെ ബനിയൻ മെറ്റീരിയൽ തന്നെ, പക്ഷെ ഒരു തണുപ്പടിക്കുന്ന പോലത്തെ ആയിരിക്കും. ഇവിടെ നമുക്ക് കെട്ടൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ലൂസാണെങ്കിലും പിടിച്ച് കെട്ടിയേക്കാം. പിന്നെ 2 പോക്കറ്റ് ഉണ്ട്, ഈ സൈഡിൽ 2 പോക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 250 രൂപ. 250 രൂപ കേട്ടോ ഈ പാൻറ്റിന്. കുഴപ്പമില്ല, 250 രൂപക്ക് അത് ലാഭമാണെന്ന് എൻ്റെ ഒരു കണ്ടുപിടുത്തം. നിങ്ങൾ പറയാട്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പറയണേ എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഈ ഒരു ഷർട്ട്, ഈ ഷർട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഷർട്ടായിരുന്നു. കണ്ട ആ ക്ലോത്ത് കണ്ട ഒരു ഇപ്പോഴത്തെ നമ്മളെ കൊറിയൻ ടൈപ്പ് സാധനമില്ലേ, ആ ഒരു ടൈപ്പ് സാധനം. ഇതിൻ്റെ റേറ്റ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇതിന് 400 ആട്ടോ. 400 ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം ആ ഒരു റേറ്റിൻ്റെ നല്ല ഷർട്ടായിരുന്നു. ഈ ഒരു റേറ്റിന് ഇത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. വെച്ചാൽ നല്ല സാധനം, സോഫ്റ്റ് മെറ്റീരിയലാണ്. മറ്റേത് ഞാൻ എപ്പോഴും എടുക്കുന്നത് ഇതുപോലത്തെ നല്ല ഷർട്ടും കാര്യങ്ങളും ഒന്നും ഞാൻ എടുക്കില്ല. ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞ സാധനം എടുക്കും. 150 റുപ്യേൻ്റെ മറ്റേ ടീഷർട്ട്. വെച്ചാൽ ഇവരത് പെട്ടെന്ന് മോശമാകുന്ന സാധനമല്ലേ, അപ്പം ഞാൻ അധികം നല്ലതൊന്നും എടുക്കൂല. പിന്നെ ചെറുതാവും പെട്ടെന്ന്. അപ്പം പിന്നെ നമ്മൾ നല്ലത് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, വേഗം മോശമായി അതങ്ങ് കളയാനാവും. അതുകൊണ്ട് ഞാൻ എടുക്കലില്ല. ഇപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം കല്യാണത്തിനോ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ കുടിയലിനോ എങ്ങനെയെങ്കിലും പോകുമ്പോൾ ഇടാൻ ഡ്രസ്സ് ഉണ്ടാവില്ല. ഈ പാട്ട ഡ്രസ്സ് തന്നെ പിന്നെയും ഇടണം. അംഗൻവാടി പോകുമ്പോൾ ഇട്ട് അത് മോശമായി 1 or 2 നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്നില്ല. പിന്നെ അങ്ങനെ എടുത്ത് മാറ്റി വെച്ചതല്ല എനിക്ക് തോന്നുന്നു ഇവനെല്ലാം വലുതാവും. അപ്പം പിന്നെ എവിടെയെങ്കിലും പോകാനാകുമ്പോഴേക്ക് കണ്ണുക്ക് കുപ്പായ ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാ പിന്നെ കുറച്ച് നല്ല തന്നെ കണ്ണുക്ക് എടുക്കുക. എനിക്ക് തോന്നുന്നു ഇതും കണ്ണുക്ക് വലുതായിരിക്കണം. ഇതൊന്നും ഇട്ട് നോക്കിയില്ല. ഇത് 2 to 3 ഇയേഴ്സിൻ്റെതാണ്. എൻ്റെ കുട്ടിക്കുറുക്കൻ ഓടി വന്നിട്ടുണ്ട് അതിൻ്റെതായിട്ട്. ഇനി ഓനൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ആദ്യം വരാം. ഓനെ ഞാൻ സെറ്റാക്കി വിട്ടിട്ടുണ്ട്. ഇനി പക്ഷെ ഇത് ഇത്രയും പൈസക്ക് നമ്മൾ എന്തെന്ന് എടുത്തതെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. നോക്കുമ്പോൾ കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ, അതെന്തൊന്നും എനിക്കറിയില്ല. ഞാൻ ചെരുപ്പ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ചെരുപ്പ് നോക്കുമ്പോൾ ഞാൻ നോക്കിയ ചെരുപ്പിന് 500 രൂപ. പിന്നെ വിചാരിച്ചു 500 രൂപയ്ക്ക് ഇത്ര ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വില 100 രൂപേൻ്റെ എല്ലാം മറ്റേ കണ്ണൂരിലെ ഫുട്പാത്തിൽ നിന്നെല്ലാം 100 രൂപയ്ക്കെല്ലാം കിട്ടും. അപ്പം അതെടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്ന ആ പൈസക്ക് എടുത്താൽ മതിയായിരുന്നു. കാരണം ഞാനിപ്പോൾ ഓൺലൈനിൽ നോക്കുമ്പോൾ ആ ഒരു ടൈപ്പ് സാധനത്തിനെല്ലാം എത്ര 800 900 മര്യാദയ്ക്ക് എടുത്താൽ മതിയായിരുന്നു. കഷ്ടമായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, പിന്നെ ഒരു ദിവസം പോയിട്ട് എടുക്കാം. പിന്നെ അവിടെ ബ്ലാക്ക് പ്ലെയിൻ ഷർട്ട്, കുറേ ഷർട്ട് വന്നിട്ടാ ജെൻസിൻ്റെ സെക്ഷനിൽ. പക്ഷെ എനിക്കൊന്നും ഞാൻ മുന്നേ ഒന്നും കാണാത്തോണ്ടായിരിക്കും. ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അനാർക്കലി ടൈപ്പ് ടോപ്പാട്ടോ. അനാർക്കലിൻ്റെ ആ ഒരു ടൈപ്പ് ടോപ്പാ. ഇവിടെ നല്ല വർക്ക് വരുന്നുണ്ട് കണ്ടോ, നല്ല രീതിക്ക് വർക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചിട്ട് കാണിച്ചു. ഇത് ഞാൻ ഇട്ടിട്ടില്ല ഫോട്ടോ, പറ്റുവാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. നോക്കട്ടെ ഞാൻ അങ്ങനെ ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാം. ഇത് സംഭവം നല്ല കോട്ടൺ ആയതുകൊണ്ട് നല്ല സുഖം, അങ്ങനെ കാണുമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇതിന് 800 ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈനെല്ലായിരിക്കും എനിക്ക് റേറ്റ് ആയിട്ടുണ്ടാവും. ഓരോന്നിനും 800 അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ പൈസ ആയല്ലോ. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായി. കാരണം എന്താണെന്നറിയോ, ഞാൻ മെയിൻലി ഈ ജീൻസ് അല്ല ഇങ്ങനെ ക്രോപ്പ് ടോപ്പും സാധനവും ഇടുന്നത് കൊണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു കുടിയലിനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ എന്തെങ്കിലും പോകാനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്തുകൊണ്ട് നേരെ അമ്മേൻ്റെ സാരിയിലേക്ക് കയറും. അധികം എനിക്ക് ചുരിദാർ ഉണ്ടാവില്ല. ചുരിദാർ ഞാൻ അടിക്കുന്നുണ്ട്. ഏതെന്ന് വെച്ചാൽ നമ്മൾ ക്ലോത്ത് എടുത്ത് നമ്മളേതായ വർക്കെല്ലാം ചെയ്ത് അങ്ങനത്തെ ടൈപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും ഒരു നല്ല ഫംഗ്ഷനെല്ലാം പോകുമ്പോൾ എനിക്ക് ഡ്രസ്സ് ഉണ്ടാവില്ല ഗൈസ്, എനിക്ക് ഡ്രസ്സ് ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കും ഇത്രയും ഡ്രസ്സ് എടുക്കുന്ന എനിക്ക് ഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ കൊല്ലുമില്ലേ. എൻ്റെ അമ്മ അപ്പം പറയും ആ അൽമാരയിൽ ഉള്ളതെല്ലാം എടുത്ത് കൊണ്ടുപോയി കത്തിക്കുക, എന്നാലും നിങ്ങൾക്ക് ഡ്രസ്സ് ഉണ്ടാവുള്ളൂ. സത്യ. പക്ഷെ ഫുള്ള് ക്രോപ്പ് ടോപ്പ് ആയിരിക്കും. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകാൻ എനിക്ക് ഡ്രസ്സ് ഉണ്ടാവില്ല. അതാണ് എൻ്റെ അവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പൈസ പോയാലും വേണ്ടിയില്ല, ഇതെടുത്തേക്കാം. ഇതിൻ്റെ കുറേ കളർ ഉണ്ട് കേട്ടോ. വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ നമ്മളെ ഒരു
എന്താ പറയുക, നമ്മുടെ ആ ഒരു സ്ലേറ്റ് കളറുണ്ട്, പിന്നെ അങ്ങനെ കുറച്ചുണ്ട്. എനിക്ക് വൈറ്റിൽ ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ട് എടുത്തതായിരുന്നു, എനിക്ക് ഇട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇനി ഒരു ഷോളും 2 ജുംക്കയിലും ഇട്ടിട്ട് അങ്ങ് ഇറങ്ങണം, പൊളയ്ക്കും ഞാൻ. ഇനി ഇത് നമ്മളെ ആ 150 രൂപേൻ്റെ ടീഷർട്ട്, ഇതെപ്പോൾ എടുക്കുന്നത്, നമ്മൾ സ്ഥിരം എടുക്കുന്ന സാധനം 150 രൂപേൻ്റെ ടീഷർട്ട്. നമ്മൾ വിചാരിക്കും, നമ്മൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മളെന്ന് വിചാരിക്കാം, 200 രൂപേൻ്റെ ടീഷർട്ട് അല്ലെങ്കിൽ 150 രൂപേൻ്റെ ടീഷർട്ട്, 150 രൂപയിലേ പോകുന്നില്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വാരിക്കോരിയിടും. പിന്നെ ലാസ്റ്റ് ബില്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത്രയും ബില്ല് വരും അല്ലേ. നമ്മളിത് കണക്ക് കൂട്ടുന്നില്ലല്ലോ. ഒരു 2 200ൻ്റെ സാധനം എടുത്താൽ തന്നെ 400 രൂപയായി, ഒരു 3 എണ്ണം എടുത്താൽ 600 രൂപയായി. അപ്പം നമ്മളിത് കാണുമ്പോൾ പരക്കെ വാരിയിടും. 150 രൂപയിൽ ഇല്ലു. നമ്മൾ ചിന്തിക്കുന്നത് ആ ഒറ്റ ഒന്നിൻ്റെ 150 രൂപയിലാണ് നമ്മളെ ചിന്ത പോവുക. ബാക്കി ഇതെല്ലാം കൂടുമ്പോൾ ഒരു റേറ്റ് വരുന്നില്ല, നമ്മൾ ചിന്തിക്കേയില്ല, സത്യം ചിന്തിക്കൂല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ നോക്കിയിട്ട് വലിച്ചിട്ട് കുറേ ഇട്ട് വെച്ചാൽ ഇവർക്ക് രണ്ടാക്കും സെയിം ആയിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം ഇവർക്ക് രണ്ടാക്കും സെയിം ആയിട്ട് ഇട്ട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ അത് വിചാരിച്ചിട്ട് 2 എണ്ണം ഒരുപോലെ എടുത്ത് പിന്നെ ബില്ലടിച്ച് വരുമ്പോൾ എനിക്ക് മനസ്സിലായ. എന്നിട്ട് ഞാൻ ഈന്ന് പകുതി എടുത്ത് മാറ്റി, അന്നേരം 3000 രൂപ കുറഞ്ഞ. അപ്പം ഞാൻ ചിന്തിച്ചു, ഓക്കെ, ഇത്രയും ചെറിയ സാധനങ്ങൾ നമ്മൾ ഇത്ര എടുത്ത് മാറ്റുമ്പം തന്നെ ഇത്രയും റേറ്റിന് ഡിഫറൻസ് വന്നില്ലേ. അപ്പം നമ്മളെ ചിന്തിക്കാണ്ട് എടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം. ഇനി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം കേട്ടോ, 150 രൂപ അല്ല വലുത് കേട്ടോ, നിങ്ങൾ ചിന്തിക്കണം. ബില്ല് വരുമ്പം ഒരു നല്ല എമൗണ്ട് വരും. അതിലും നല്ലത് കുറച്ച് നല്ല പൈസക്ക് 1 2 നല്ലത് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അംഗൻവാടിയിലൊക്കെ പോകുന്നതാണ്, ഇവരിങ്ങനെ കളിക്കുന്നതാണ്, അല്ല വീട്ടിൽ നിന്ന് ഇടാനാന്നൊക്കെ ഉണ്ടെങ്കിൽ 150 രൂപേൻ്റെ ടീഷർട്ട് ബെറ്റർ, ഏറ്റവും നല്ലത് ഇതാണ്. 150 രൂപേൻ്റെ ഈ ടീഷർട്ട് വേഗമൊന്നും മോശമാവില്ല, കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇത് ശിവുവിൻ്റെതാട്ടാ. ഇനി നമ്മൾ ഒരു ടോപ്പും കൂടി ഉണ്ട്. ഇതും നമ്മളെ എന്താ പറയുക 700 അല്ല 799 ആണെന്ന് തോന്നുന്നു കേട്ടോ. അതെ 800, 799 എന്നെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും 700 രൂപയിലും 700 രൂപ അല്ല 800 രൂപ 799 എന്നാണ് അതിൽ എഴുതിയിട്ടില്ലേ, 1 രൂപ കുറവില്ലൂ. അപ്പം നമ്മളത് 800 ആയിട്ട് വേണം കണക്കിലെടുക്കാൻ കേട്ടോ. ഇത് നല്ലൊരു ഹെവി വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസേ ഇല്ല, സത്യം പറയാലോ, എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഇല്ല. എനിക്ക് ഈ ഒരു ടൈപ്പ് ഇത് കണ്ടോ, ഇത് ഒരു ക്ലോത്ത് ആയാലും ഒരു ഷൈനിങ്ങിലെ ക്ലോത്ത് ആയിരിക്കും. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു നല്ല ലുക്ക് കിട്ടും. ലുക്ക് കിട്ടും മീൻസ് ഇങ്ങനെ ഒരു എന്താ പറയുക, നമുക്കൊരു അതിനെന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവും. ഇതെല്ലാം ഇടുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും. പിന്നെ ഉള്ളിൽ നിന്ന് കാണും, അത് വേറെ കാര്യം. അങ്ങനെ ഇങ്ങനെ കാണുന്നില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ലത്, ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ കെട്ടുന്നതിലും കൊടുത്തിട്ടുണ്ട്, ഭയങ്കര തന്നെ നമുക്ക് ഇവിടെ പിടിച്ചിങ്ങനെ കെട്ടുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. കഴുത്തൊന്നും കുഴപ്പമില്ല, കഴുത്തങ്ങനെ ഭയങ്കര ഇറക്കവും ഇല്ല, എന്നാൽ അത്യാവശ്യത്തിന് ഉണ്ടെന്നാണ്. ചില സമയത്ത് നമ്മൾ ടോപ്പ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കുടുങ്ങി നിൽക്കും. അപ്പോൾ എനിക്കൊന്നും ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന ടൈപ്പ് പറ്റില്ല. ഒരുമാതിരി ചൂടെടുക്കുന്ന പോലെയല്ലോ, എന്തോ ഒരു അൺകംഫർട്ടബിളാണ് എനിക്ക് അങ്ങനത്തെ ഐറ്റംസ്. പക്ഷെ ഇതിപ്പം കുഴപ്പമൊന്നുമില്ല, ഇതിപ്പം കഴുത്തൊക്കെ കണക്കാം. പിന്നെ ലെങ്ത്ത് കുറച്ച് കൂടുതലാട്ടോ, അത് നമുക്ക് അടിച്ച് ചുരുക്കേണ്ടി വരും. കൈ കണ്ടോ, കൈ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എക്സ്ട്രാ തുണി വെച്ചടിച്ചാണ്, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പം നമുക്ക് കൈ ഇട്ടിട്ടാകുമ്പോൾ എങ്ങനെയാന്ന് നോക്കാം. കൈ ഇട്ടിട്ട് മെലിഞ്ഞു ഇങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി, രസമുണ്ടല്ലേ കാണാൻ. ഇത് ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ട് കാണിച്ചു തരണം, നിങ്ങൾക്ക് ഇത് ഇട്ടിട്ട് കാണിച്ചു തരണമെങ്കിൽ ഒന്ന് എന്നോട് കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നോക്കട്ടെ, ഇതിട്ടിട്ട് ഫോട്ടോ ഇടാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇടാം. ക്ലോത്ത് നല്ല ക്ലോത്ത്. ഈ ഗോൾഡൻ കളർ ഇത് കണ്ടോ, ഈ ഗോൾഡൻ കളർ ശരിക്കും പോകില്ല കേട്ടോ. ഞാൻ ഇതേപോലെ 2 എണ്ണം എക്സ്ട്രാ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ അനാർക്കലി ടൈപ്പല്ല, നമ്മുടെ സാധാ ടോപ്പ്. പക്ഷെ അതിന് ഗോൾഡൻ കളറൊന്നും പോയില്ല. പൊതുവേ ഇതിന് ഗോൾഡൻ കളർ ഇവരതല്ല, സ്റ്റുഡിയോൻ്റെ അല്ല, അല്ലാണ്ട് തന്നെ നമ്മളിപ്പോൾ മീഷോ ഒന്നും എടുക്കുമ്പോൾ ആ ഗോൾഡൻ കളർ പോയി നല്ല അലമ്പാകും. കുറച്ച് കഴിഞ്ഞാൽ കാണാൻ കൊള്ളാത്ത രീതിയിലായിരിക്കും.
പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് കാണാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, നല്ല രസമായിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഈ സൈഡ് സ്ലിറ്റ് ആട്ടോ സംഭവം വരുന്നു. ദിസ് ഇസ് സ്ലിറ്റ് എനിക്കത്ര ഇഷ്ടം അല്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ, ഫ്രണ്ട് ഇങ്ങനെ ഒരു ഇതാ വരുന്നത്, ഇവിടുന്ന് ഇങ്ങനെ വരുന്നു. അതിൻ്റെ സൈഡ് സ്ലിറ്റെല്ലാം കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ ഇനിയിപ്പം എന്ത് പാൻ്റ് ഇടും, ഞാൻ എന്ത് പാൻ്റ് ഇടും? എൻ്റെ പാൻറ്റില്ല, ആകെ ഒറ്റ വൈറ്റ് പാൻ്റാണ് ഉള്ളത്. ഷോള് വേണ്ടി വരില്ല അല്ലേ? ഷോൾട്ടാ രസമുണ്ടാവും, നമുക്ക് ഷോളും കൂടി നോക്കാം. പക്ഷെ എന്ത് പാൻ്റ് ഇടുന്ന എനിക്കറിയുന്നില്ല. എന്തായാലും നമുക്കിനി അടുത്ത ഒന്നും കൂടി കാണാം. ഇത് സംഭവം അഭിയേട്ടൻ്റെ ഷർട്ടാണ്. അഭിയേട്ടൻ്റെ ഷർട്ടെല്ലാം നരച്ച് കുളിച്ച് പണ്ടാരടങ്ങി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഓർ ഇടൽ കൊണ്ടാണോ, അല്ല എൻ്റെ വെയിലത്തിടൽ കൊണ്ടാണോ, അല്ല എൻ്റെ അയൺ ചെയ്യുന്ന ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്നിട്ടിപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് അയൺ ചെയ്യുന്ന സമയത്ത് ഉൾഭാഗം അയൺ ചെയ്യണം, പുറത്തേക്ക് അയൺ ചെയ്യരുതെന്ന്. അതുകൊണ്ട് ഞാനിപ്പം വെള്ളമെല്ലാം കൊടഞ്ഞ് ഉള്ളിലിങ്ങനെ മറ്റേ പുകയെല്ലാം വരുത്തിച്ചിട്ട് അയൺ ചെയ്യില്ല. അപ്പം ഇപ്പോൾ നല്ല സ്റ്റേഡി ആയിട്ട് നിൽക്കും. അതുകൊണ്ട് ഈ ഷർട്ടും എല്ലാം അതേപോലെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ടോപ്പിൻ്റെ സെയിം റേറ്റാണ്. അതായത് എത്രയാണ്? 800. എഴുതുമ്പോൾ 799 എന്നുള്ള എഴുതും, പക്ഷേ ഇത് 800 ആട്ടോ സാധനം. 800-ന് ഈ ഷർട്ട് നല്ലതാണ്, കാരണം നല്ല കോട്ടൺ. ഇത് നമ്മൾ എടുത്ത സമയത്ത് തന്നെ അവിടെ ബില്ല് ചെയ്യാൻ വന്നേരം അധികം ആമ്പിളറും ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിയേട്ടന് അത്ര പിടിച്ചില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഓരോ ഇത് വെച്ചിട്ട് ഇതേപോലത്തെ ഷർട്ടെല്ലാം നല്ല ഡ്രസ്സ് ഉണ്ടാവും. പക്ഷെ ഓർക്ക് ഇങ്ങനത്തൊന്നും പിടിക്കില്ല. എനിക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. എനിക്ക് ഈ കൊറിയൻ ഷർട്ട്, അങ്ങനത്തെ ഈ മറ്റേ വാരിത്തേച്ചണക്കത്തെ ഷർട്ട്, അങ്ങനത്തെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഡിസൈനെല്ലാം മറ്റേ പൂക്കളെല്ലാം ഉള്ള ഷർട്ട്. പക്ഷെ അങ്ങനത്തെ ടൈപ്പ് കുറേ സെലക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്കത് വേണം തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവരോട് ഞാൻ പറഞ്ഞാൽ ഇവർ പറയാം, നീ വേണമെങ്കിൽ നിനക്കെടുത്തോ, നിന്റെ സൈസിലെടുത്തോ. ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ട അല്ലേ, ഞാൻ ആളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിലിട്ടായിരുന്നു. കഷ്ടമായിപ്പോയി. പക്ഷെ ഇത് രസമുണ്ടല്ലേ, ഇത് ഇത്രയും വരും കേട്ടോ. ഇതിപ്പോൾ അഭിയേട്ടന് കണക്കാണ്. ഫുൾ സ്ലീവാണ്, സാറ പോലെ തന്നെ. പിന്നെ എല്ലാവരും പറയുന്നില്ല ഇവിടെ കിടക്ക് കിടത്തിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ കിടത്തിട്ടുണ്ട്, പിന്നെ ഷർട്ടിന് കോളറുണ്ട്, ഇവിടെ കിടക്കുണ്ട്. നമ്മളെ നോർമൽ ഷർട്ട് എങ്ങനെയാണോ അതുപോലെ ഉണ്ട്. പിന്നെ നല്ല ക്ലോത്ത് നല്ല ക്ലോത്താണ്. സാധാരണ ഇവർ പറയലെന്ന് വെച്ചാൽ സുഖിയോലെ സാധനം ക്ലോത്ത് ശരിയില്ല എന്ന് എപ്പോഴും പറയാം. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസിനെല്ലാം ക്ലോത്ത് നല്ല ക്ലോത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഉള്ളത് ഒരു ടീഷർട്ടാണ്. ടീഷർട്ട് ഈസ് ഓൾസോ ബെറ്റർ. ഇത് ഞാൻ ശിവൂന് എടുത്ത ടീഷർട്ടാന്ന് തോന്നുന്നു. യെസ് അല്ല, ഇത് കണ്ണൻ എടുത്ത ടീഷർട്ടാണ്. 2 to 3 ഇയേഴ്സിൻ്റെ. നിങ്ങൾ വിചാരിക്കും ഈ 4 ഇയറുള്ള കുഞ്ഞിക്ക് എന്തിനാ നിങ്ങൾ 2 to 3 ഇയേഴ്സ് എടുക്കുന്നത്? കാരണം ആള് ചോട്ടാക്സിയാണ്, ആള് അധികം വളർന്നിട്ടില്ല. അതുകൊണ്ട് 3 to 4 ഇയേഴ്സെല്ലാം എടുത്താൽ എൻ്റെ കണ്ണിന് വലിയതായിരിക്കും. ഇതൊക്കെ ആകുമ്പോൾ അവന് കറക്റ്റാണ്. ഒരു സൈസ് ചെറുത് വേണം നമ്മൾ എടുക്കാൻ. ഇത് മറ്റേ 150-ൻ്റെ ആട്ടോ. ഇതെല്ലാം നല്ലതാണ്, നമുക്ക് അംഗൻവാടിയിലൊക്കെ പോകുമ്പോഴാൻ പറ്റിയ ആ ഒരു ടൈപ്പ് സാധനം. ഇത് രണ്ടും ഒരേപോലത്തെ അല്ല. ഇത് രണ്ടും ഞാൻ അവർക്ക് രണ്ടാൾക്കും ഒരുപോലെ ഇടാന്ന് വിചാരിച്ചിട്ട്, കണ്ണുക്ക് ശിവനും ഒരുപോലെ ഇടാന്ന് വിചാരിച്ചിട്ട് മേടിച്ചതായിരുന്നു. ഇത് ശിവുവിൻ്റെ ആട്ടോ. ഇനി എന്തായിരുന്നു? ഇത് നമ്മളെ 150 രൂപേൻ്റെ ടീഷർട്ട് ആയിരിക്കണം. യെസ് ഓഫ് കോഴ്സ്, ഇതും 150 രൂപേൻ്റെ ടീഷർട്ടാണ്. ഇതും ഞാൻ കണ്ണുക്ക് എടുത്തതാണ്. കണ്ണുക്കാണ് കൂടുതൽ എടുത്തത്. കാരണം അംഗൻവാടി പോകുമ്പോൾ ഇപ്പം കുറേ ഡ്രസ്സ് ആവശ്യമാണല്ലോ. അപ്പോൾ ഇതിപ്പം കുറച്ചെണ്ണം ഞാൻ ഓനായിട്ട് എടുത്തതായിരുന്നു. ഈ ടീഷർട്ട് ഞാൻ ജെൻസിൻ്റെ എടുത്തതാട്ടോ. ഇത് എടുക്കാനുള്ളൊരു പ്രധാന കാരണം എനിക്ക് ജിമ്മിൽ പോകുമ്പം ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് നല്ല വലുതാണ്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നൊരു സ്മോൾ സൈസ് എടുത്താൽ മതിയായിരുന്നു. ഞാൻ പിന്നെ മീഡിയം എടുത്തതാണ്, കുറച്ചൊന്ന് ലൂസായി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു. ശരിക്കും സ്മോൾ സൈസ് മതിയായിരുന്നു. ജെൻസിൻ്റെ അല്ലേ, സ്മോൾ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. ലേഡീസിൻ്റെ ടീഷർട്ട് എടുക്കുമ്പോൾ ഒരു മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, അത് ഭയങ്കര നേരിയതായിരിക്കും. പിന്നെ ഭയങ്കര നേരിയതായിരിക്കും, നല്ല രീതിക്ക് നേരിയതായിരിക്കും. ജെൻസിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. ബ്ലാക്കെല്ലാം എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഉള്ളെല്ലാം കാണുന്ന ഒരു ടൈപ്പ് ഒരുമാതിരി ആയിരിക്കും. ഇതാവുമ്പോൾ കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ. എനിക്കൊന്ന് അൻസിലൊക്കെ സെയിം ടീഷർട്ട് ഉണ്ടെന്ന് തോന്നും. ഇതേ ടീഷർട്ട് അൻസിലൊക്കെ ഉണ്ടെന്ന് തോന്നും.
ഞാൻ ഇത് 2 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ, ഓൾറെഡി ഇവിടെ ടീഷർട്ട് ഉണ്ട്, പിന്നെ വെറുതെ എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആ ഒന്ന് മാറ്റി വെച്ച്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ റേറ്റ് 300 ആണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ ഇത് 300ന്റെ മാത്രം നല്ല കേട്ടോ, 199, അതായത് 200ന്റെ ഉണ്ട്. ഞാൻ 200ന്റെ നോക്കിയിട്ടുണ്ടായിട്ടില്ല. ശരിക്കും അത് നോക്കിയാൽ മതിയായിരുന്നു. നമുക്ക് ജിമ്മിലെല്ലാം പോകുമ്പോൾ ഇടാൻ അല്ലേ വേണ്ടു, അത്രയല്ലേ വേണ്ടു. ജെൻസിൻ്റെ എടുത്താൽ മതി. നിങ്ങൾ ഈ ജെൻസിൻ്റെ എടുക്കുമ്പം 200ന്റെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ലതുണ്ടാവും. കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ഉണ്ടാവും. പിന്നെ അഭിയണ്ട 2 ഷർട്ട്. ഈ ഷർട്ട് കളറ് പോകുന്ന അവസ്ഥ, എല്ലാം ബ്ലൂ ആയിപ്പോയി അല്ലേ. ഇപ്പം ഞാൻ നോക്കിയത് എന്താണെന്നറിയില്ലേ, ഇവർക്ക് ഷർട്ട് എടുക്കുന്ന സമയത്ത് എങ്ങനെ പോയാലും എൻ്റെ കൈ ബ്ലൂവിലല്ലാണ്ട് വേറെ ഒന്നിനും പോവില്ല. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. കുറേ നാൾ എനിക്ക് തന്നെ ആ സുഖം ഉണ്ടായിരുന്നു, എന്ത് കണ്ടാലും ബ്ലൂ 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 ബ്ലൂ. എൻ്റെ ആൻറ്റി ഉണ്ട്, എൻ്റെ ആൻറ്റി ഇതേ സുഖടാ. ആൻറ്റീൻ്റെ എടുക്കുന്നതാണ് എനിക്ക് ഈ രോഗം പകർന്നത്. എങ്ങനെ പോയാലും ആൻറ്റി ഞാൻ സാരിയൊക്കെ എടുക്കാൻ പോയാൽ നമ്മൾ ആദ്യം നോക്കാം ബ്ലൂ ബ്ലൂ ബ്ലൂ, ഇതേ എടുക്കരുത്. എന്നിട്ട് കുറേ ഇങ്ങനെ നോക്കും, ആ പിങ്ക് ആ റെഡ് എന്നുള്ള പറഞ്ഞിട്ട് നോക്കും. പക്ഷെ ലാസ്റ്റ് എങ്ങനെ പോയാലും നമ്മളെ കൈമ കിട്ടുന്ന സാധനത്തിന് എന്തെങ്കിലും ഒരു ബ്ലൂവിൻ്റെ കളക്ഷൻ ഇല്ലാണ്ടിരിക്കൂല. ഒന്നിക്ക ബ്ലൂവിൻ്റെ വലിയ പൂവ്, അല്ലെങ്കിൽ പാൻറ് ബ്ലൂ, ടോപ്പ് ബ്ലൂ, അങ്ങനെ എങ്ങനെയായാലും ആ ഒരു ബ്ലൂവിൻ്റെ ടച്ച് നമുക്ക് ഉറപ്പായിട്ടും വന്നിരിക്കും കേട്ടോ. അതുപോലെയായിരുന്നു ഇപ്പം അഭിയാണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നി ഇതൊക്കെ നരച്ചു പോവാവും, ഞാൻ നരക്കാണ്ടിരിക്കാനായിരുന്നു എടുത്തോണ്ടുന്നത്. ഇതിപ്പം മിക്കവാറും എല്ലാം കൂടി നരക്കലായിരിക്കും കണ്ട. പക്ഷെ നല്ല ക്ലോത്ത് ആയിട്ടാ, നമ്മളൊരു ഡെനിമിൻ്റെ എല്ലാം ടൈപ്പ്, ഡെനിം അല്ല, ഡെനിമിൻ്റെ ആ ഒരു ടൈപ്പ്, അത്ര കട്ടിയില്ല. പക്ഷെ കാണുമ്പോൾ നമുക്കൊരു ഡെനിം ഫീല് കിട്ടും. ഇതധികം വെയിലത്തൊന്നും ഇട്ടാൻ പറ്റില്ലായിരിക്കും കേട്ടോ. വെയിലത്തെല്ലാം ഇട്ടാൽ ചിലപ്പോൾ ഇതിൻ്റെ കളർ ഇടില്ല കണ്ട. അത് ആ ഒരു ഡെനിമിൻ്റെ ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല. കണ്ടിട്ട് ഇപ്പം എനിക്ക് പേടിയാവും തുടങ്ങി. അഥവാ കളറാറ്റം പോയിട്ടുണ്ടെങ്കിൽ എന്നാ ഫുൾ പറഞ്ഞിട്ട് അപ്പാടെ ഉപയോഗിട്ട് തട്ടിക്കളയും. സുഡിയോനെ ഭയങ്കര ഹൈപ്പ് കയറ്റിയിട്ട് കൂട്ടിക്കൊണ്ടുപോയതല്ലേ. ഇതും എങ്ങനെ ഭയാലും എനിക്ക് ബ്ലൂവിൻ്റെ ഒരു കളർ ഇത് എന്തായാലും വരും. ഇത് 2 ഏകദേശം ഒരുപോലെയായിരുന്നു അല്ലേ. ശരിക്കും നോക്ക് എന്ത് വെട്ടായിരുന്നു എനിക്ക്. ആ സമയം പോയിട്ട് 600 റുപ്യൻ്റെ മറ്റേ ബ്ലാക്ക് ഒരു പ്ലെയിൻ ബ്ലാക്ക് ഷർട്ട് എടുത്താൽ മതിയായിരുന്നു. 600ന്റെ പ്ലെയിൻ ബ്ലാക്ക് ഷർട്ട് ഉണ്ട് കേട്ടോ. എനിക്ക് ബ്ലാക്ക് ഷർട്ട് ബ്ലാക്ക് ഇത് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് ചുരിദാർ ബ്ലാക്ക് ടോപ്പ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ 600 രൂപക്ക് ഉണ്ടേനു, അതെടുത്താൽ മതിയായിരുന്നു. ആടാ ഇപ്പൊ പ്ലെയിൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനെല്ലാം ബില്ല് ചെയ്ത് പിന്നെ ഞാൻ കണ്ടത്. ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് ആ ഷർട്ട് പറ്റിയിട്ട് ഈ ഷർട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വേണ്ട, ഇത് രസമുണ്ട്, ഇതന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. വിചാരിച്ചോ ഓർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതന്നെ എടുക്കട്ടെ. ഇതും കുഴപ്പമില്ല അല്ലേ. ഇവർ ഏകദേശം എടുക്കുന്നതല്ല ഈ ഒരു ടൈപ്പ് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കണ്ടാരെങ്കിൽ എടുത്തത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എത്രയാ 800. 3 800ന്റെ ഷർട്ടും 2 ടോപ്പും. അപ്പം തന്നെ പൈസയില്ലേ, 5000 ആയില്ലേ. ശരിയാണ്. പിന്നെ പിള്ളേരെ കുറേ സാധനമെല്ലാം ആകുമ്പോൾ 3000 രൂപ ആയില്ലേ. ആയില്ലേ. നിങ്ങൾ വിചാരിക്കും അതൊന്ന് കണക്കാന്ന് ഏടിയാന്ന് അല്ലേ. ഒരു 200 എല്ലാം കൂടി ഒരു 200 വെച്ച് ഷോർട്ടാക്കിയാൽ പോരാ. 5000 ആവില്ല, എന്നാലും എൻ്റെ ഒരു പൊട്ട ബുദ്ധിക്ക് തോന്നിയതേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മളെ അണ്ടർവെയർസ്. ഞാൻ ഇതിന് മുന്നേ ഞാൻ അവിടുന്ന് അണ്ടർവെയർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അണ്ടർവെയർ എനിക്ക് നന്നായിട്ടാണ് തോന്നിയത്. കാരണം എന്താ പറയുക, നമ്മൾ ഈ ഒരു നേരിയ ടൈപ്പ് ക്ലോത്തെല്ലാം ആയതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് നമ്മളെ സാധാ ലോക്കൽ റേറ്റിൻ്റെത് മേടിക്കുന്ന സമയത്ത് ഒരു കട്ടി തുണിയായിരിക്കും. കോട്ടൺ തന്നെ ഒരു കട്ടി തുണിയായിരിക്കും. മറ്റേ എലാസ്റ്റിക് ഇങ്ങനെ കുറുകുറു മറ്റേ ഇങ്ങനെ ഭയങ്കര തടിച്ച എലാസ്റ്റിക്കും ഇങ്ങനെ ഒരുമാതിരി ഉണ്ടാവും. അതൊക്കെ വിട്ടിട്ട് ഇത് കുറച്ച് എനിക്ക് തോന്നിയത് ഒരു കാണിച്ചു തരാം. എനിക്കിത് നല്ലതായിട്ട് തന്നെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. മുന്നേ എടുത്തപ്പോൾ എനിക്ക് നല്ല ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കണ്ടോ, ക്ലോത്ത് വൈസ് നല്ലതാ. അതുപോലെ തന്നെ ഇത് ബ്ലാക്ക്, ഞാൻ ഈ ടൈപ്പ് കളർ എടുത്തതാട്ടെ. ഇങ്ങനത്തെ ടൈപ്പ് കളർ കുറച്ചുണ്ട്. ഇത് കണ്ട, ഇതിൻ്റെ ഈ ഒരു സൈഡെല്ലാം കണ്ട, സൈഡെല്ലാം സീംലെസ് ആയിട്ടുള്ളതാണ് വരുന്നത്. അപ്പോൾ അധികം വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കിത് ഭയങ്കര ആ ഒരു ഭയങ്കര വീതിയിലെ എലാസ്റ്റിക്കിനെക്കാട്ടി ചെറിയ എലാസ്റ്റിക് ആയതുകൊണ്ട് നല്ലതാണ്.
ഇതിന്റെ റേറ്റ് വന്നിട്ട് 250 250 അതാ ഞാൻ പറഞ്ഞത്. 250 നമുക്കിത് ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് 250 ഈ ഒരു ടൈപ്പ് സാധനം ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും നല്ല കളക്ഷൻസും സംഭവങ്ങളെല്ലാം കാണും. ഞാൻ പോകുന്നത് സ്റ്റുഡിയോയിൽ മാത്രമാണ്. സ്റ്റുഡിയോ മാക്സ്, റിലയൻസിൽ ഇപ്പൊ പിന്നെ പോക്കേ ഇല്ല. അപ്പോൾ ഇവിടെ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്റർ ആണ്. പിന്നെ പുറത്തെ ഷോപ്പില് സൂര്യയിൽ ഇപ്പൊ ഞാൻ പോക്കേയില്ല. കാരണം സൂര്യയില് ഒന്നാമത്തെ കാര്യം റേറ്റ് കുറവാണെന്നേ ഉള്ളൂ. റേറ്റ് കുറവ്, ക്വാളിറ്റി വൈസ് ഭയങ്കര പോക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ പോക്കേയില്ല കേട്ടാ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി 250 കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, നല്ലതാ. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു പാക്കറ്റ് എല്ലാം കിട്ടും. അപ്പൊ പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഇതിങ്ങനെ തട്ടിക്കുട്ടി വെച്ചാൽ മതി. ഈ 2 കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുമാതിരി ഈ ഒരു കളറും പിന്നെ ഈ ഒരു കളറും. അപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ സേഫ് ആയിട്ട് എടുത്തു വെക്കാം. മുന്നേ ഞാൻ ഇതന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ബെറ്ററായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആദ്യം എടുത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. ഇതിലും ബ്ലാക്ക് ആട്ടോ ഉള്ളത്, പക്ഷെ കളറ് വ്യത്യാസമുണ്ട്. ബ്ലാക്ക്, റോസ്, വൈറ്റ്, അങ്ങനെ 3 കളക്ഷൻസ് എടുത്തിട്ടുണ്ട്. ഇതും 250 രൂപ കേട്ടോ. ഓ വണ്ടർഫുൾ. നമ്മളെ കളക്ഷൻസ് തീർന്നിരിക്കുന്നു. ഇല്ല, ഒരു സാധനം കൂടി എടുക്കാനുണ്ട്. ഞാൻ എടുത്തിട്ട് നാട്ടിൽ വന്നതുകൊണ്ട് തന്നെ എൻ്റെ അഭിയുടെ കയ്യിൽ എപ്പോഴും ചെരുപ്പുണ്ടാവില്ല. പിന്നെ നമ്മൾ സ്റ്റുഡിയോ പോയാലോ ആദ്യം തന്നെ എടുത്തത് ചെരുപ്പായിരുന്നു. കണ്ട, ഇതിന് 300 ആയിരുന്നു ചെരുപ്പിന്. ഇതിൻ്റെ റേറ്റ് 300 ആയിരുന്നു. അപ്പോൾ ഇത് നല്ല കംഫർട്ടബിളാണ്. ബാക്കി ചെരുപ്പൊക്കെ ഇത് ഒരു യൂസ് ചെയ്തിട്ടാ. നമ്മളിപ്പോൾ പുറത്തോയപ്പോൾ ഇത് കൂട്ടിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബാക്കി ചെരുപ്പെല്ലാം ഇല്ലേ ഒരുമാതിരി ഇങ്ങനെ ഒരു കട്ട, എന്തോ മരത്തിൻ്റെ കട്ടേൻ്റെ മുകളിലെല്ലാം കയറിയിരിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ഭയങ്കര ബോറായിരുന്നു. പിന്നെ ഇവരെ സൈസിന് കണക്കായിട്ടില്ലായിരുന്നു. വലിയ സൈസ് ഉണ്ട്. ഇത് 43 അല്ല, 44, 45, 49 വരെയൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെ താഴെയില്ല. അതിൻ്റെ താഴെയുള്ളതെല്ലാം തീർന്നില്ല. എൻ്റെ ചെരുപ്പും ഞാൻ നോക്കിയപ്പോൾ അത് തന്നെയായിരുന്നു അവസ്ഥ. നല്ല ഉണ്ടായിരുന്നു ആ ചെരുപ്പ്. പക്ഷെ എന്താ പറയുക, അതും ഈ പറഞ്ഞ പോലെ സാധനം സൈസിൻ്റെ ഇല്ല. എനിക്ക് ഭയങ്കര വിഷമമായിട്ട്. കാരണം എനിക്കിപ്പം ചെരുപ്പ് ഞാൻ ഈ 100 രൂപേൻ്റെ ചെരുപ്പ് എടുക്കുന്നതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു നല്ല ചെരുപ്പ് എടുക്കാമെന്ന്. പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിൽ 100 രൂപേൻ്റെ എല്ലാം, എവിടെയെങ്കിലും അപ്പങ്ങളെല്ലാം പോകുമ്പോഴും 100 രൂപേൻ്റെ ഒക്കെ നല്ലതാണ്. ഇതേപോലെ ഞാൻ ഫ്ലാറ്റ് എടുക്കലുണ്ട്. ഫ്ലാറ്റ് ചെരുപ്പ് അധികം എടുക്കലുണ്ട്. അതും ഈ പറയുന്ന സ്റ്റുഡിയോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതും നല്ലതായിരുന്നു. പക്ഷേ എന്താ പറയുക, പുറത്തു പോകുമ്പോൾ എനിക്ക് എപ്പോൾ ഇടാൻ പറ്റുന്നൊരു ചെരുപ്പ് വേണമായിരുന്നു. എനിക്ക് ആ ചെരുപ്പ് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും ആടുന്ന് വ്ളോഗ് എടുത്താൽ മതിയായിരുന്നു അല്ലേ. പിന്നെ ഞാൻ വിചാരിച്ച് മടി പിടിച്ച്. ഒന്നാമത് വെയിലെല്ലാം കൊണ്ട് ആടിയെത്തി. പിന്നെ അതൊന്നല്ല സംഭവം, ഞാൻ ഈ എല്ലാം വാരി പൊറുക്കിയിടുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയത് കേട്ടോ. ഈ ചെരുപ്പ് നല്ലതാട്ടാ. ഈ ചെരുപ്പ് നല്ല കംഫർട്ടാ. എനിക്കെന്നെ ഇടാൻ ഇഷ്ടമായി. കാരണം നമ്മളിങ്ങനെ ചവിട്ടുമ്പോഴത്തേനും സുഖമുണ്ട്, നല്ല സുഖമുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ഹോൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയാൻ മറക്കരുത്. എന്നെ ഇത്രയും നേരം സഹിച്ചതിൽ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ.